ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നെയിം പ്ലേസ് തിങ് ആ ചാലഞ്ച് നമ്മൾ കളിക്കാൻ പോവാണ്. അപ്പോൾ ഞാനും ഉണ്ണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ബോക്സായിട്ട് നമ്മൾ ലെറ്റർ എഴുതി ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇച്ചിരി വലിയ ബോക്സ് ആയിപ്പോയി, അതുകൊണ്ട് ഇച്ചിരി ഇതാണ്. അപ്പോൾ ആദ്യം ഞാനും ഉണ്ണിയും എടുക്കും. എന്നിട്ട് ആ ലെറ്ററും കൊണ്ട് എഴുതും. എന്നിട്ട് ആദ്യം ആരാണോ എഴുതി തീർക്കണേ അയാൾ ഇവിടെ ഇങ്ങനെ അടിക്കണം. എന്നിട്ട് ഞാനും ഉണ്ണിയും ഒരേ ലെറ്റർ ഒരേ സാധനം എഴുതിയെങ്കിലും ആദ്യം അടിച്ച ആൾക്കാണ് പോയിന്റ് കിട്ടുള്ളൂ. അപ്പം നമുക്ക് പോവാം. ആദ്യം ആരും എടുക്കണേ? ഞാൻ എടുക്കാം. ദൈവത്തിനറിയാം. ഓക്കെ, ഏതാ ലെറ്റർ? എം ഗൈസ്. എം ആണോ ഡബ്ല്യു ആണോ? എം ആണോ ഡബ്ല്യു ആണോ ഗൈസ്? ഇതിനകത്ത് ഏതാണ്? എം ആണോ ഡബ്ല്യു? നമുക്ക് എം എടുക്കാം. എം ആട്ടോ എടുത്തേക്കണേ. നിക്ക് റെഡി? ഇവിടെ എഴുതട്ടെ. റെഡി 1 2 3 സ്റ്റാർട്ട്. എഴുതിക്ക് 1 2 3 4 5. ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാ? അത് ഞാൻ എഴുതിയേക്കണം മുനീർ. മാധവ്. ഗൈസ് ഇതിനകത്ത് ഞാൻ മാധവ് എഴുതിട്ടോ ഗൈസ്. ഞാൻ മുനീറിന് എഴുതി. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൽ ആരിലും ഈ പറഞ്ഞ പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോട്ടോ. പിന്നെ പ്ലേസ് എന്താ എഴുതിയേ? മലേഷ്യ. ഞാൻ മൂന്നാറ്. അപ്പം എത്ര മാർക്കാ? 10. അടുത്തത് മാംഗോ. സാധനമാണോ? ഞാൻ മഗ്. ഓക്കെ, 10. അടുത്തത് മെർമെയ്ഡ്. മയില്. മലയാളത്തിൽ എഴുതി വെച്ചേക്കണല്ലേ. അടുത്തത് മൂവി ആ സോങ് മന്ദാകിനി. മഞ്ചിത്രത്താഴ്. 50 പോയിന്റ് ഉണ്ട് ഗൈസ്. അടുത്ത ഞാൻ ഗൈസ് 50 പോയിന്റ് ഞാൻ നേടിയിരിക്കുന്നു. എനിക്കും കിട്ടിട്ടോ. ഓക്കെ, ഞാൻ ഇയാൾ എടുക്കണ്ടേ? യെസ്. കുളിക്കാനില്ല. ഓക്കെ, എടുത്തിട്ടുണ്ട്. ക്യാമറ കാട്ട്. ഏതാണത്? കെ. നിക്കട്ടോ. റെഡി 1 2 3 സ്റ്റാർട്ട്. പ്ലേസ് കേട്ടിട്ട് കഴിഞ്ഞു. ഞാൻ അടിച്ചു. അത് പറഞ്ഞു. കുഞ്ഞി. കൃഷ്ണപ്രിയ. ആറാത്. അടുത്തത് കോട്ടയം. കാഞ്ഞൂര്. കാജൽ. കൈറ്റ്. കണ്ണെഴുതണം. കൈറ്റ്. കങ്കാരു. കിളി. മലയാളം ഇച്ചിരി കൂടെ ഉണ്ട്. കണ്ണാന്തുമ്പി പോരാണ്ട്. കിളിക്കും. 50 ഗൈസ് അങ്ങനെ ഞാൻ വീണ്ടും 50 സ്കോർ. നമ്മള് സെയിം ലെവലിൽ പോകുന്നു ഗൈസ്. അപ്പൊ നമ്മൾ അടുത്തത് കുരുക്കിതേ നമുക്ക് കുട്ടുമോനും അടക്കം. ഹലോ ഗൈസ് എന്നൊക്കെ പറയടാ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. സബ്സ്ക്രൈബ്. കുട്ടുമോന്റെ ഫാൻസ് ആരിലൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ ചെയ്തോട്ടോ. കുലുക്കിടാന് അതിന്ന് എടുത്ത് ഇങ്ങനെ ഫുള്ളായിട്ട് കൊടുക്കാന്.
നീ ഇതിന്ന് എടുക്ക്. ഒരെണ്ണം നമുക്ക് എടുത്താ ഗൈസ്. ബാക്കി വിട്ടിക്കാം. ഒരെണ്ണം അപ്പൊ ഇത് ഓക്കെ സെറ്റ് ഓൾറെഡി തന്നു ഗൈസ്. ഓക്കെ ഏതാണ്? കാണാം നിനക്കിതൊക്കെ ഞാൻ എഴുതിയില്ല. ഞാൻ ടീ എഴുതിയ 1 2 3 സ്റ്റാർട്ട്. One, ഗൈസ് പൊട്ടി. 2, 3, ടീ വെച്ചിട്ട് 4, 5, 6, 7, 8, 9, 10. കഴിഞ്ഞു. ഒരെണ്ണം കൂടി കിട്ടിയായിരുന്നെങ്കിൽ. ടിയാഗോ, ട്രിവാൻഡ്രം, തമിഴ്നാട്. ടോയ്. എനിക്ക് 10 കിട്ടൂല, ഞാൻ ആദ്യം അടിച്ചേ. അല്ല 5 അങ്ങനെ വരികയാണെങ്കിൽ 5 ഞാൻ ആദ്യം അടിച്ചില്ലേ? എനിക്ക് 5 ഇടാം. 5. ടോട്ടോയ്സ്. ടൈഗർ. തെങ്കാശിപ്പട്ടണം. എഴുതിയില്ല. അപ്പൊ എനിക്കൊരു 5 എടുത്തേ. 10, 5, 30, 35 ഗൈസ്. അപ്പൊ ഞാൻ പൊട്ടി. എടാ വാടാ കുത്തി ഗൈസ്. ഒരാളുടെ എക്സ്പ്രഷൻ കാണണോ? ഐ സി. ഒരിത് അടുത്ത ലെറ്ററും ഏതാ കാണാമോ? എവിടെ? ഞാനൊന്ന് മടക്കിയിട്ടെ. ഞങ്ങളുടെ റിപ്പീറ്റ് വന്ന അക്ഷരമൊക്കെ വീണ്ടും മാറ്റി എഴുതട്ടെ. 3, 2, 1 സ്റ്റാർട്ട്. ആനിമല ഞാൻ നോക്കണേ. ആരോ തരാ കൈ വെച്ചിട്ട്. മൂവി ഓർ സോങ്? എനിക്ക് ആനിമൽ കിട്ടിയാൽ മതി. എനിക്ക് ആനിമൽ കിട്ടി, മൂവി ഓർ സോങ് കിട്ടിയിട്ടില്ല. മൂവി ഏതാ ഗൈസ്? ഐ വെച്ച ആനിമലും ബേർഡും ഉണ്ടോ? ഐക്ക് വെച്ചൊരു ആനിമലുണ്ട്. എനിക്ക് മൂവി വെച്ച ആനിമലോ? ഐ വെച്ചിട്ടൊരു ആനിമലുണ്ട്. ഉണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ ഐ വെച്ചിട്ടൊരു ആനിമൽ എഴുതിയിട്ടുണ്ട്. ഞാൻ കേട്ടു, കഴിഞ്ഞ ഇടയ്ക്ക് വെച്ച് കേട്ട്. ഐ വെച്ചിട്ടൊരു ഇത് കിട്ടണല്ലോ ഗൈസ്. ഞാൻ അടിച്ചു ഗൈസ്. എനിക്ക് കിട്ടി ഗൈസ്. എനിക്ക് കിട്ടി. എഴുതി പറയാം. നെയിം ഐവിൻ. ഇംഗ്ലീഷ്. പ്ലേസ് ഇടുക്കി. ഐശ്വര്യ. ചോറുണ്ട് കഴിഞ്ഞാൽ അപ്പം ലേറ്റ് ഓഫ് ചെയ്തു. കാര്യം ഞാൻ പറഞ്ഞു. ഐസ്ക്രീം ഐസ്. അടുത്തത് ആനിമൽ ബേർഡ് ഐല. ഇഗ്നീഷ്യസ്. അത് ഇഗ്നിയസ് റോക്സ് ആണ്. അത് പോട്ടെ. ഇഗ്നീസ് എന്ന് പറഞ്ഞ ഏതൊരു ഇഗ്നിയസ് റോക്സാ.
ഗൈസ് അങ്ങനത്തെ ഒരു ബേർഡ് ഉണ്ട്. നിങ്ങൾക്ക് ഐ വെച്ചിട്ട് ഏതെങ്കിലും ഒരു ബേർഡിന്റെ പേരറിയാം നിങ്ങൾക്ക് അത് കമന്റ് സിറോയാ. മാറ്റിക്കോ. ഇഗ്നിയസ് ഇല്ല. ഇഗ്നിയസ് റോക്സ് ഉണ്ട്. അതെന്താ അതെന്ന് പറഞ്ഞാൽ മോൾട്ടൺ മാഗ്മ ഇല്ലേ, ലാവ, അത് കൂൾ ഡൗൺ ചെയ്തുണ്ടാവണ റോക്സിനെ പറയണാണ് ഇഗ്നിയസ് റോക്സ്. ഞാനറിയില്ല. അടുത്തത് മൂവി ഓർ സോങ് ഇല്ലുമിനാട്ടി. ഞാൻ ഐ ആം കാജൽ. ഞാൻ വേറെ സിനിമയല്ലേ, ഏതാ, ഐസ് ബ്രിക്ക്, ഐസ് ഏജ്. അയ്യോ എന്നാ സിനിമ പറഞ്ഞില്ല. എനിക്ക് 50 ഗൈസ്. 2 40. അടുത്തത് ഞാൻ എടുക്കും ഗൈസ്. കയ്യിൽ ചാലഞ്ചിന് വേണ്ടി മേടിച്ച മന്തി ഇരുന്നിട്ട് ഓ മൈ ഗോഡ്. ഞാൻ എന്റെ കിരീടത്തിന് എന്താ പറയണ? അല്ല, അതിന്റെ മലയാളം കിരീടത്തിന്റെ കിരീടം അല്ല, ഇംഗ്ലീഷ് പറയണേ എന്തായിരുന്നു? അറിയെങ്കിൽ കമന്റ് ബിലോ. ഓക്കെ. 3, 2, 1 സ്റ്റാർട്ട്. പ്ലേസ് എന്താ? പ്ലേസ് ഇല്ലേ? ഞാൻ ഒരെണ്ണം എഴുതുന്നുണ്ട്, പക്ഷെ അതിന്റെ സ്പെല്ലിംഗ് അറിയില്ല. ക്യൂ വെച്ചിട്ട് പിന്നെ തിങ്ക് ഇല്ലല്ലോ. മൂവി അതൊന്നുമില്ലല്ലോ. ഉണ്ട്. മൂവി ആനിമലൊക്കെ. ആനിമലും ഉണ്ട്. എനിക്ക് ആനിമലോ? ഉണ്ട്. ഇവിടെ വളർത്തിയിട്ടുണ്ട്. ഇവിടെയോ? ഇവിടെ വളർത്തിയിട്ടുണ്ട്. എനിക്ക് തിങ്ക് എന്ത് കിട്ടാത്ത ക്ലൂ ഞാനത് എഴുതിയേക്കണേ. എനിക്ക് തിങ്സ് കിട്ടണല്ലോ. നമ്മള് സെറ്റാക്കി. എനിക്ക് തിങ്സ് കിട്ടല്ല. എനിക്ക് ആനിമലും വേടോ ഇവിടെ വളർത്തിയിട്ടുണ്ടോ? ക്യൂ വെച്ച്. ക്യൂ ആണോ? കെ ആണോ ക്യൂ ആണോ? ക്യൂ വെച്ചോ? ഉണ്ട്. പിന്നെ മൂവി എന്താ? സോങ് ഉണ്ടല്ലോ. ക്യൂ വെച്ചിട്ട് എന്തെങ്കിലും പാട്ടോ മൂവി വല്ലതും ഉണ്ടോ ഗൈസ്? എഴുതിയോ? ചാണ് എന്നോട് ഉണ്ടെങ്കിൽ. ക്യൂ വെച്ചിട്ട് സിനിമ ഉണ്ടോ ഗൈസ്? ആലോചിക്ക്. ഇഷ്ടംപോലെ ക്യൂ വെച്ചിട്ട് ക്യൂ വെച്ചിട്ട് എന്താ ഗൈസ് സിനിമ ഉള്ള? ക്യൂ വെച്ചിട്ട് സിനിമ എന്താ ഉള്ള? ഞാൻ ഒന്നും ശരിയല്ല കേട്ടോ ഗൈസ്. എനിക്ക് 4 എണ്ണം ഫുള്ള് മര്യാദയൊക്കെ അറിയില്ല. പറയാം. എന്തായാലും പോകും. ക്യൂൻ. അടുത്തത് പ്ലേസ് ഖത്തർ. അതല്ല, കുസാറ്റ്. ശരിയാണോ? കുസാറ്റും ഖത്തറും കെയാ. കുസാറ്റ് ക്യൂവാ. ഞാൻ വാർത്ത കണ്ടിട്ടുണ്ട്. ഖത്തറോ? കായല്ലേ പ്രൊണൗൺസിയേഷൻ. തിങ്സ് എന്താ? ക്യൂൺ ടോയ്. ക്യുക്ക്. എന്തത് ക്യുക്ക്? ക്യുക്കുന്ന സാധനല്ലേ? എന്ത് സാധനം? മാറ്റിക്കോ. 0. എന്തേലും 0 ഇടാൻ ഭയങ്കര താല്പര്യ. അടുത്തത് അരിമല്. എല്ലാം പോയിരിക്കുക. അരിമലെന്താ? എല്ലാം പോയിട്ട് ഞാനാണ്. അരിമല്, കാടക്കോഴി, ക്യൂ.
കാടക്കോഴി കേയാ. ആരല്ലേ അതെ, Guys, കാടക്കോഴി കേയാ. ഇപ്പൊ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്യട്ടെ. ഒരു മിനിറ്റ്. കാടക്കോഴി കേയല്ലേ? കേയല്ലേ? അല്ലേ? അതെ. ഇംഗ്ലീഷ് പ്രൊണൗൺസിയേഷൻ വേറെയാടാ. ഇപ്പൊ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്യട്ടെ. സെർച്ച് ഗൂഗിൾ സെർച്ച്. ഇപ്പൊ കുഞ്ഞാറ്റ കണ്ടോട്ടാ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കാടക്കോഴി ഇൻ ഇംഗ്ലീഷ്? അടിച്ചു നോക്ക്, പറഞ്ഞു നോക്ക്, കിട്ടും. What is the translate of കാടക്കോഴി ഇൻ ഇംഗ്ലീഷ്? കാടക്കോഴി വന്നോട്ടോ. ഇത് വേറെ എന്തോ വന്നേ. ഇതാണ് ഗൈസ് കുഴപ്പം. യൂട്യൂബ് സെർച്ച് ചെയ്യ് കാടക്കോഴിയുടെ ഇംഗ്ലീഷ്. കോഴി രീ രീ അയ്യോ, ആ ഗൂഗിൾ അങ്ങനെയാണ്. കാടക്കോഴി. ആ ഇത് പക്ഷെ ഇംഗ്ലീഷ് നെയിമാ. ഇംഗ്ലീഷ് ഞാൻ ചോദിച്ചത്. എന്ത്? സ്പെല്ലിംഗ് തെറ്റാണെങ്കിൽ അത് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞ ഇവിടെ വീട്ടിൽ വളർത്തുകയെന്ന് ഞാൻ പറഞ്ഞേ. ആ ആ 10 പേർക്ക്. എന്താന്ന് എഴുതിയാണ്? കുറുൽ. കുറനൊന്നല്ല, ക്യൂലീന്നാ. ഞാൻ അതന്നെ പറ്റത്തില്ല. സ്പെല്ലിംഗ് മിസ്റ്റേക്കിലാന്നാട്ടോ പറഞ്ഞേ. സ്പെല്ലിംഗ് മിസ്റ്റേക്കിലാന്നാട്ടോ പറഞ്ഞേ. ക്യൂറന്ന വായിച്ചേ, ക്യൂലിന്നാണ്. അപ്പൊ വായിച്ചത് തെറ്റാണല്ലോ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഇത് കള്ളക്കളിയാട്ടോ. അല്ലല്ല, ക്യൂറന്നാണ് വായിച്ചത്, പക്ഷെ ശരിക്കും ക്യൂലിന്നാണ്. ഇത് വായിക്കാൻ അറിയാം പക്ഷെ എഴുതാൻ അറിയില്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവച്ചിട്ടോ. ശരി, എനിക്ക് ഗൈസ് ടോട്ടൽ 20. ഉണ്ണിയുടെ 10, 10, 20. ഈ സാധനമൊക്കെ ഒരു കളിയും കൂടെ ഉള്ളു കേട്ടോ. എന്റെ പേജ് തീരാറായി. എവിടെ വി ഓർ ഓക്കെ അയ്യാ. ഇപ്പൊ ഞാൻ ആൻസർ പറഞ്ഞേ. ഓക്കെ, 3, 2, 1 സ്റ്റാർട്ട്. പ്ലേസ് തിങ്ക് അനിമൽ വി വെച്ചിട്ട് മൂവി One, 2, 3, 4, എനിക്ക് 3 Bye. കിട്ടാത്ത. 7, 8, 9, 10. ആ നിയമം വരുൺ. വനം 10. സ്ഥലം വിയറ്റ്നാം. വൈറ്റില. അടുത്തത് തിങ് വാൻ. വാൻസ് റൂം. അടുത്തത് ആനിമൽ ഓർ ബേർഡ്. വൾച്ചർ. വൾച്ചർ. 5 പേർക്ക്. ഉണ്ണി. അല്ല എനിക്ക് 10. എനിക്ക് 5. ഓക്കെ. അടുത്ത മൂവി വനം. ഇനി ഇംഗ്ലീഷ് മൂവി എഴുതാമോ? പിന്നെ ഉണ്ണി എഴുതിയ ഇംഗ്ലീഷ് മൂവി. ഞാൻ ഇംഗ്ലീഷ് മൂവി എഴുതിയിട്ടുണ്ട്. എനിക്കത് എഴുതാൻ. എനിക്ക് 35. 50. ഇനി ടോട്ടൽ ചെയ്യും. ഗായ്സ് ബിരിയാണി അല്ല കുഴിമന്തി. 5, 10, 10 + 3 13, 13, 15,
16, 17, 19, 19, 20, 21, 22, 23, 24, 245. എൻ്റെ ഞം, 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 ഞം. 5, ആ 10, 15, 20, 24. ഞാൻ ജയിച്ചു. ഒരു മാർക്കിന് അല്ല, ഒരു മാർക്കിനല്ല, 10 മാർക്കിന്. എനിക്ക് 255 ഉണ്ണിക്ക് 245. അപ്പൊ ഗായ്സ് ഞാൻ ജയിച്ചു. ഇവിടെ വലിയ വനമൊക്കെ പറഞ്ഞിട്ട് ഞാൻ ജയിച്ചു. അപ്പോൾ ടാറ്റ ഗായ്സ്. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇച്ചിരി കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ക്യൂ വെച്ചോരോ നിയമം കമന്റ് കേട്ടോ. പറയുന്നവർ ജസ്റ്റ് കമന്റ് ചെയ്യുക. ടാറ്റ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.